വീട്ടമ്മയെ പള്ളിമേടയിൽ ബലാത്സംഗം ചെയ്തതിന് വികാരിക്കെതിരെ പോലീസ് എഫ്ഐആർ. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള വെള്ളിക്കുളങ്ങര അമ്പനോളി സെന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ആഷിൽ കൈതാറിനെതിരെയാണ് എഫ്ഐആർ. കുമ്പസാര രഹസ്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു വികാരി വീട്ടമ്മയെ ഒന്നിലധികം തവണ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൂടാതെ വീട്ടമ്മയുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ജൂലൈ 15-ന് എഫ്ഐആർ ഇട്ടിട്ടും പ്രതിയെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട്. കുമ്പസാര രഹസ്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അമ്പനോളി സെയിന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ആഷിൽ കൈതാരൻ യുവതിയെ ആദ്യം ബലാത്സംഗത്തിന് ഇരയാക്കിയത്. മൊബൈൽ ഫോണിൽ പകർത്തിയ നഗ്നദൃശ്യങ്ങൾ വെച്ച് സമ്മർദ്ദത്തിലാക്കിയ ശേഷമായിരുന്നു തുടർ പീഡനങ്ങൾ. എറണാകുളത്തെ ഹോട്ടൽ മുറിയിലും ആലുവ മദ്രസപ്പടിയിലെ വാടക വീട്ടിൽ വെച്ചും യുവതിയെ ബലാത്സംഗം ചെയ്തു. 2024 സെപ്റ്റംബർ 1 മുതൽ 2025 ജൂലൈ 11 വരെയുള്ള കാലയളവിലായിരുന്നു കുറ്റകൃത്യങ്ങൾ നടന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126(2), 127(3), 64, 64(2) M, 351(3), 75(1), 76 വകുപ്പുകളാണ് വൈദികനെതിരെ ചുമത്തിയിരിക്കുന്നത്. തൃശൂർ റൂറലിലെ വെള്ളിക്കുളങ്ങര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് 2 ആഴ്ച പിന്നിട്ടിട്ടും ഫാദർ ആഷിലിനെ പിടികൂടാനുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല. ഇദ്ദേഹം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതി കേസ് പരിഗണിക്കും. വൈദികനെ തൽക്കാലം ചുമതലകളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം ആരോഗ്യപ്രശ്നങ്ങൾ മൂലം അവധിയിൽ പോയെന്നാണ് ഇരിങ്ങാലക്കുട അതിരൂപതയുടെ വിശദീകരണം. അതിനിടെ പരാതി പിൻവലിപ്പിക്കാൻ യുവതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിന് വൻതുക വാഗ്ദാനം ചെയ്തതായാണ് അറിയുന്നത്. യുവതിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് കോടതി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റാരോപിതനായ വൈദികൻ ഫാദർ ആഷിൽ കൈതാരന് അനവധി യുവതികളുമായി രഹസ്യബന്ധമുണ്ടെന്ന ആരോപണവും ഈ പശ്ചാത്തലത്തിൽ പ്രബലമാകുന്നു. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം.